അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയരെ, നാം ഓരോരുത്തരും റാഹത്ത് അഥവാ ആശ്വാസം, സംതൃപ്തി ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ബുദ്ധിമുട്ടില്ലാത്ത സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉള്ള ഒരവസ്ഥ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. മഹാനായ സാബിത്ത് ബിൻ മുർറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായൊരു പോയിൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, റാഹത്തുൽ ജസദ് ഫി ഖില്ലത്തി ത്വആം. ശരീരത്തിന് റാഹത്ത് കിട്ടുന്നത്, ആശ്വാസം കിട്ടുന്നത്, അതേപോലെ രോഗമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഫി ഖില്ലത്തി ത്വആം, അല്പം മാത്രം ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാം. മിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ശരീരത്തിന് റാഹത്തുണ്ടാകും, രോഗങ്ങളിൽ നിന്നും അയാൾ മുക്തനായിരിക്കും. വീണ്ടും അദ്ദേഹം പറയുന്നു, വറാഹത്തുർ റൂഹ് ഫി ഖില്ലത്തിൽ ആസാം. ആത്മാവിൻ്റെ റാഹത്ത് പാപങ്ങൾ കുറയ്ക്കുന്നതിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വർദ്ധിച്ചാൽ അത് നരകപ്രവേശനത്തിന് കാരണമായിത്തീരും, അള്ളാഹുവിൻ്റെ കോപത്തിനും അതൃപ്തിക്കും അത് കാരണമായിത്തീരും. എത്രമാത്രം പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായി നാം മാറി നിൽക്കുന്നുണ്ടോ അത്രമാത്രം നമ്മുടെ ആത്മാവിന് റാഹത്ത് കിട്ടും, ഇരുലോകത്തും ഖബറിലുമൊക്കെ തന്നെ. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് നാം സുരക്ഷിതരാണോ, നമ്മുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതാണ്, സമാധാനം ലഭിക്കുന്നതാണ്, റാഹത്ത് ലഭിക്കുന്നതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, വറാഹത്തുൽ ലിസാൻ, നാവിൻ്റെ റാഹത്ത് എന്ന് പറയുന്നത്, ആശ്വാസം എന്ന് പറയുന്നത് ഫി ഖില്ലത്തിൽ കലാം, വളരെ അല്പം മാത്രം സംസാരിക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യഖുൽ ഖൈറൻ, നല്ലത് മാത്രം പറയട്ടെ, ഔ ലിയസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ മിണ്ടാതിരുന്നാൽ അത് നാവിന് റാഹത്താണ്, അത് പരലോകത്തും നമുക്കൊരുപാട് ഉപകാരപ്രദമാണ്. തെറ്റുകളിൽ നിന്ന് മുക്തമായാൽ ആത്മാവിന് റാഹത്താണ്. അമിതമായി ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്പം മാത്രം ഭക്ഷണം കഴിച്ച് ശരീരത്തിനും റാഹത്ത് നൽകുക, ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.